ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചല്ല, കാരണം വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ എനിക്ക് ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നി, കാരണം പൊതുവെ ആൾക്കാരൊക്കെ അവഗണിക്കുന്ന ഒരു വാഹനമാണ് ഇക്കോ. പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഒരു പാസഞ്ചർ കാർ സെഗ്മെൻറ്റിലാണ് സംഭവിക്കുന്നത്. കമേഴ്ഷ്യൽ വാഹനങ്ങളുടെ സെഗ്മെൻറ്റിൽ ഇപ്പോഴും രാജാവ് തന്നെയാണ് ഈ ഒരു വാഹനം. ഇതിപ്പോൾ എന്താണ് സംഭവം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കി ഇക്കോ എന്ന് പറയുന്ന അവരിപ്പോൾ മെയിനായിട്ട് കമേഴ്ഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള വാഹനമായിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം 15 വർഷത്തിനടുത്തായി ഈ വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 12 ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ സെയിലും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓംനിയുടെ റീപ്ലേസ്മെൻറ്റ് പോലെയാണ് മാരുതി സുസുക്കി വാഹനം ഇന്ത്യയിൽ ഇറക്കുന്നത്. കമേഴ്ഷ്യൽ ബയേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടി വാങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അങ്ങനെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ടൊന്നും ഈ വാഹനത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൽ ഇതിന് മുന്നേ 2 എയർ ബാഗ് അവർ അത്യാവശ്യമായിട്ട് സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ വന്നപ്പം നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും അത് മാറ്റി 6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പവർ വിൻഡോയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സോ ഓർ ഈവൻ ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടച്ച് സ്ക്രീൻ അതൊക്കെ പിന്നെ പോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും അവർ 6 എയർ ബാഗ്സ് ഇപ്പോൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ റിക്ലൈനിങ് ഇപ്പോൾ ഔട്ട് ബോർഡ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇൻബോർഡ് റിക്ലൈനിങ് ഫ്രണ്ട് സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറെ വലിയൊരു അപ്ഡേറ്റ് വരുന്നത് അധികാരം പ്രതീക്ഷിക്കാതെ ചെയ്തതാണ്. നേരത്തെ ഈ വണ്ടി നമുക്ക് 5 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ കൺഫിഗറേഷനിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ഈ വണ്ടി 5 സീറ്റർ കൺഫിഗറേഷൻ ഓൾറെഡി കിട്ടും. പിന്നെ കിട്ടുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന 6 സീറ്റർ കൺഫിഗറേഷനിലാണ്. ഈ 6 സീറ്റർ എന്ന് പറയുമ്പം നടുവിൽ വരുന്ന ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. അത് വളരെ ശരിയാണ്. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് സംഭവങ്ങളൊക്കെ വരുന്ന ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സിലും അതുപോലെ തന്നെ നടുവിലത്തെ റോയിലും അവർ കൊടുത്തിരിക്കുന്നത്. സോ അതും വളരെ വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സംഭവം ഇൻറ്റഗ്രേറ്റഡ് ഹെഡ്റസ്റ്റ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ആംറസ്റ്റ് ഒന്നും അതിൻ്റെ അകത്ത് അവരങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പറയാൻ മാത്രം വളരെ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ഒന്നും അല്ല വരുന്നത്. പക്ഷെ എന്നാലും ക്യാപ്റ്റൻ സീറ്റ്സ് അവർ ഈ വാഹനത്തിൽ കൊടുത്തു എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. ഇനി അത് എന്തിനു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം. കാരണം അവർ AC മോഡൽസിൽ ഇപ്പോഴും ക്യാപ്റ്റൻ സീറ്റ്സ് കൊടുക്കുന്നതായിട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ടാക്സി പർപ്പസ് പോലെ ഉപയോഗിക്കാനുള്ള ആൾക്കാരാണ്, ഒരു ഇത്തിരി പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് അവർ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് AC-യുടെ ഓപ്ഷൻ അതിൻ്റെ അകത്ത് കിട്ടില്ല. സോ അത് കുറച്ച് മിസ്മാച്ച് ആയിപ്പോയി. ക്യാപ്റ്റൻ സീറ്റ്സ് ഉള്ള മോഡൽ AC-യിലും കൂടെ കൊടുക്കായിരുന്നു. അത് നല്ലൊരു തീരുമാനമായേനെ. ഇപ്പോൾ എന്തായാലും 5 സീറ്റർ മോഡൽ മാത്രമേ നമുക്ക് AC-യിൽ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല CNG-യിലും 5 സീറ്റർ മോഡൽ മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പെട്രോളിൽ മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ G13B എഞ്ചിൻ മാറ്റിയിട്ട് നമ്മുടെ K12 എഞ്ചിൻ അവർ ഇക്കോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കാലം മൊത്തം അതിൻ്റെ അകത്ത് G13 സീരീസിലുണ്ടായിരുന്നു 1.3 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. കാരണം വണ്ടി ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷനിലാണ് വരുന്നത്. പഴയ എഞ്ചിനായിരുന്നു, അവർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ പക്ഷേ എന്തായാലും ഈ K12 എഞ്ചിൻ ആക്കിയതുകൊണ്ട് 80 bhp ആണ് ഇതിനകത്ത് പെട്രോൾ മോഡൽ കിട്ടുന്നത്. ഇനി അതല്ല നിങ്ങൾ CNG ആണ് എടുക്കുന്നതെങ്കിൽ 70 bhp അടുത്ത് കിട്ടും. ആവശ്യത്തിന് പവറൊക്കെ ഉണ്ട് ഈ വണ്ടി. പിന്നെ അങ്ങനെ പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയല്ല, ഇതൊരു മൾട്ടിപർപ്പസ് വണ്ടിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മൾട്ടിപർപ്പസ് വാഹനം കൂടിയാണിത്. വേറൊരു വാഹനം ഇതിൻ്റെ കോമ്പറ്റീഷൻ ഇല്ല. ശരിക്കും ഒരു ഒറ്റയാനായിട്ട് നിൽക്കുന്ന ആളാണെന്ന് പറയാം. കാരണം വേറെ ആരെങ്കിലുമൊക്കെ ഇറക്കി കോമ്പീറ്റ് ചെയ്താലാണല്ലോ ഇതിന് പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 15 വർഷമായിട്ട് സെയിം വണ്ടി തന്നെയാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. പിന്നെ ഈ വണ്ടി തന്നെ പല രീതിയിൽ നമുക്കറിയാം കസ്റ്റമൈസ് ചെയ്തൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. സ്കൂൾ വാൻ ആക്കാറുണ്ട്, ആംബുലൻസ് ആക്കാറുണ്ട്, അല്ലാതെ തന്നെ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് എടുത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് ഈ ഒരു വാഹനം ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിതിൻ്റെ പ്രൈസിങ് എന്താണ് എന്ന് നോക്കാം. പഴയ മോഡലിനെയും അതുപോലെ പുതിയ മോഡലിനെയും ഇപ്പോൾ 6 സീറ്റർ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ 6 എയർ ബാഗ്സും ക്യാപ്റ്റൻ സീറ്റ്സും ഒക്കെ ആഡ് ആയതല്ലേ. സോ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസിങ് 5.44 to 6.7 lakhs വരെ ആയിരുന്നു. ഇപ്പോൾ അത് 5.69 to 6.95 lakhs വരെയാണ് പോകുന്നത്. ഇതിനകത്ത് നമുക്കിപ്പം സ്റ്റാൻഡേർഡ് മോഡൽ 6 സീറ്ററിൻ്റെ പ്രൈസ് വന്നിരിക്കുന്ന 5.98 lakhs ആണ്. ഡീറ്റെയിൽഡ് പ്രൈസിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നേരത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 25,500 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് എക്സ് ഷോറൂമിൽ വന്നിരിക്കുന്നത്. ഓൺ റോഡ് ഏകദേശം ഒരു 27,000-28,000 രൂപയുടെ അടുത്ത് നമുക്ക് പ്രൈസ് ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യാം. അത് വലിയ കുഴപ്പമില്ല. 6 എയർ ബാഗ്സ് ഒക്കെ വന്നെന്ന് പറയുമ്പം വളരെ മിനിമലായിട്ടുള്ളൊരു പ്രൈസ് ഇൻക്രീസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയാം. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടം വരെ കണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നോർമൽ ആൾക്കാരൊന്നും ഈ വണ്ടി വാങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഈ വാഹനം അവരിങ്ങനെ ജസ്റ്റ് കമേഴ്ഷ്യൽ യൂസിന് മാത്രം ആക്കി ഇറക്കാതെ, അതായത് വളരെ ബെയർ ബോൺസ് ആ ഒരു പർപ്പസിന് ഇറക്കാതെ ഒരു ഇത്തിരി കൂടെ പ്രീമിയം ആക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്ത്, ഫീച്ചേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ടച്ച് സ്ക്രീനൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻ്റ് ഒക്കെ വെച്ച് സീറ്റ്സിൻ്റെയൊക്കെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കി, അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ നമുക്ക് പവർ വിൻഡോസ്, പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അലോയ് വീൽസ് ഒക്കെ വേണമെങ്കിൽ ടോപ്പ് എൻഡിൽ കൊടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്റ്റീരിയർ വിഷ്വൽ അപ്പീലാണെങ്കിലും ബോഡി കളർ ഡോർ ഹാൻഡിൽസ്, ഓവർവ്യൂംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരിത്തിരി നോർമൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുകയാണെങ്കിൽ 6 സീറ്റർ മോഡൽ എ സിയും കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആൾക്കാർക്ക് വാങ്ങിക്കാവുന്നേ. കാരണം പ്രൈസ് അത്യാവശ്യം തുച്ഛമായ വിലയിലാണ് ഈ വാഹനം കിട്ടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടുതൽ വാങ്ങാം. അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഓൺ റോഡ് ഏകദേശം ഒരു 8 ലക്ഷം രൂപയിലേക്ക് വണ്ടി കിട്ടും. ആ പ്രൈസിൽ ഇത് ഒരു പീപ്പിൾ മൂവറായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ എന്നാൽ നമുക്കങ്ങനെ ഇപ്പോൾ ചെറിയൊരു വണ്ടി വേണ്ട, കുറച്ചുകൂടി വലിയ വണ്ടി വേണം, ആൾക്കാരെയൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ തീർച്ചയായും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ അവർ ചെയ്യുന്നില്ല. പണ്ട് വേർസയൊക്കെ വെച്ച് ട്രൈ ചെയ്തായിരുന്നു, അത് വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. പിന്നെ ആ കാലത്ത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അവർ അതിനനുസരിച്ച് കൊടുത്തില്ല, വളരെ ബമ്പി റൈഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ വണ്ടി ഫ്ലോപ്പായത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇക്കോ ആൾക്കാർ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒരു പീപ്പിൾ മൂവറായിട്ടും, അതായത് നമ്മുടെ ഒരു പ്രൈവറ്റ് ഓണേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് നന്നാക്കി ഇറക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമുണ്ട്. അവരിപ്പം 6 എയർ ബാഗ്സും ക്യാപ്റ്റൻ സീറ്റ്സും ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് ഞാൻ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് ഇത്രയൊക്കെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയിൽ 6 എയർ ബാഗ്സും കൊടുക്കേണ്ട കാര്യമില്ല. മാരുതി സുസുക്കി ഇപ്പോൾ അവരുടെ ലൈനപ്പിൽ ഫുൾ 6 എയർ ബാഗ്സ് അതൊക്കെ കൊടുത്തു വരികയാണ്. ഓട്ടോയിൽ നമുക്കിപ്പോൾ 6 എയർ ബാഗ്സ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാഗണർ അപ്ഡേറ്റ് ചെയ്തു, 6 എയർ ബാഗ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും മാരുതി സുസുക്കിയുടെ ബേസ് മോഡൽ പോലെ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് കിട്ടി തുടങ്ങും. എന്തായാലും ഇതാണ് ഇക്കോയുടെ കേസ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ക്ലീനിങ് പ്രൊഡക്ട്സ്, ആക്സസറീസ് വല്ലതും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്കൊക്കെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.